ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ റെസിപ്പി ഇട്ടിട്ട് വിചാരിച്ചു വളരെ ഈസി ആയിട്ടുള്ള സമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു വിഭവം കൊണ്ടുവരാമെന്ന്. അതായത് മത്തങ്ങ തോരൻ. നമ്മൾ മത്തങ്ങ ഞാൻ സാധാരണ രീതിയിൽ തോരൻ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്, അതായത് അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നത് ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ പച്ചമുളകാണ് അതിന്റെ ഹീറോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, മത്തങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ തൊലി കളയുക, അതിനുശേഷം മീഡിയം പീസസ് ആയിട്ട് മുറിക്കുക. അതേസമയം ഇതിനേക്കാളും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത്രയെങ്കിലും വലിപ്പം ഉണ്ടെങ്കിലാണ് ആ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. പിന്നെ ഇത് കുക്കറിലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പെട്ടെന്ന് അങ്ങ് എന്താ പറയാ ഉടഞ്ഞു പോകും, അതായത് ഓവറായി കുക്കായി പോകും. അപ്പൊ ഓവറായി കുക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തങ്ങ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ ഒരു 3/4 ഭാഗം വേവാവുന്ന സമയത്ത് നമുക്കതങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരല്പം വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് ഒതുക്കിയെടുക്കാന്ന് മിക്സി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കുക. അതല്ലെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ, 3 അല്ലി ചെറിയുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്. പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് മാത്രമാണ് നമ്മൾ എരിവിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഒഴിക്കുന്നില്ല. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പൊ പച്ചമുളക് വേണമെന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളിവിടെ ഉണ്ടമുളകാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരു 4 എടുത്തു. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മുളകാണോ, കാന്താരി ആണെങ്കിൽ കാന്താരി അടിപൊളിയായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മുളകിന്റെ എണ്ണത്തില് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത് കുക്കായതിനു ശേഷം ആണ് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇവിടെ മത്തങ്ങ നന്നായി കുക്കായിട്ടുണ്ട്. നന്നായി കുക്കായിട്ട് ഓവറായി കുക്കായിട്ടില്ല, കഷ്ണങ്ങൾ കടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റണം. അതിനുശേഷം അപ്പൊ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഓരോ മത്തങ്ങ അനുസരിച്ച് മാറ്റം വരും കേട്ടോ. കാരണം ഓരോ മത്തങ്ങയിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന ഒരു നിർബന്ധമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതിയാകും. അപ്പൊ ഈ വെള്ളം ഒന്ന് വറ്റിയതിനു ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ തേങ്ങയുടെ കൂട്ട് എത്തിന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. തേങ്ങയുടെ കൂട്ട് അത്യാവശ്യം വേണം, അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് നന്നായിട്ടുണ്ടെങ്കിലാണ് ആ മത്തങ്ങയിലേക്കൊക്കെ പച്ചമുളക് പിടിച്ചിട്ട് നല്ല രുചി ഉണ്ടാവുള്ളൂ. നല്ല മത്തങ്ങയാണിത്, നല്ല മധുരമുള്ള മത്തങ്ങയാണ്. അപ്പൊ മധുരവും എരിവും എല്ലാം കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ തോരന്. ഇത് നമ്മുടെ തിരൂരത്തെ തോരൻ തന്നെയാണ് കേട്ടോ. അവര് എല്ലാ തോരനും ഇതുപോലെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഹെൽത്തിയാണ്, ഒട്ടും തന്നെ വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള തോരൻ. അപ്പൊ ഇതൊരു 5 മിനിറ്റും കൂടെ ഇതിലങ്ങ് ഇട്ടതിന് ശേഷം നമുക്കങ്ങ് എടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടതിന് ശേഷം ഇന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയെല്ലാം കൂടിയിട്ട് ആ മത്തങ്ങയിലോട്ട് അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അസലായി നല്ല എരിവുണ്ട്, ചെറിയൊരു മധുരമുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പൊ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇതിൽ കടുക് ചേർക്കുന്നില്ല, വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അസലായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ തോരൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാത്രമല്ല ഈ വീഡിയോ ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇവിടെ അടുത്ത കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ചേട്ടൻ വീണ്ടും സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അനിയനെ ഏൽപ്പിച്ചിട്ട് പോയേക്കാം. അനിയ, ഹായ് അനിയ. ഹലോ അനിയ. ഹലോ, ഹായ് പറയടാ, ചിരിക്കടാ. വേറെ ഡ്രസ് മേലെ നാക്കെടുത്തിട്ടാ നന്ദുട്ടാ. അവിടെ പുതിയ കലാവിരുത് അവിടെ എന്താ ചെയ്ത് ബാക്കി ഇവിടെ